തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ തന്നെ പ്രചാരണ പരിപാടികളിൽ സജീവമായിരിക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥികളൊക്കെയും. പൊതു സ്വതന്ത്രർ ഉൾപ്പെടെ CPIM 86 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കൊണ്ടോട്ടി, കൊടുവള്ളി, തിരൂർ, കോട്ടയ്ക്കൽ, പാലക്കാട് നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ CPIM തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. 25 മണ്ഡലങ്ങളിൽ CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കും. CPIയുടെ നിലവിലെ 4 മന്ത്രിമാരും മത്സരരംഗത്തുണ്ട്. INLും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ദേവനാണ് തിരുവനന്തപുരത്ത് ചേർന്നത്. ദേവൻ, ഗുഡ് മോർണിംഗ്. ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം 4 മണിക്ക് വരുന്നു. അപ്പോൾ സാധാരണ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും അവരെ കാണുമ്പോഴത്തേനും വരുന്നു, അവർക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അക്കാര്യം അവർ പറയുന്നു. അങ്ങനെയായിരുന്നു നോർമലി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രീതി. പക്ഷേ ഇന്നലെ പതിവിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ബ്രീഫ് ചെയ്ത് ഡയറക്റ്റ് ഇലക്ഷൻ ഡേറ്റുകളിലേക്കും ഇലക്ഷൻ ഡിക്ലറേഷനിലേക്കും ഒക്കെ കടക്കുകയായിരുന്നു ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ 4 മണിക്ക് തുടങ്ങി 4:30 തന്നെ തിരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. പക്ഷേ 4:40 ആകുമ്പോൾ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയായിരുന്നു CPIയുടെ ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൊട്ട് പിന്നാലെ MV ഗോവിന്ദൻ വന്നു. CPIMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. INL പ്രഖ്യാപിച്ചു. ഇനിയിപ്പം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം ഈ NCPയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകേണ്ടതുണ്ട്, സ്വതന്ത്രന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകേണ്ടത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇടതുമുന്നണി പൂർണ്ണമായി സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചു. ഇന്നലെ തന്നെ ഈ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളൊക്കെ റോഡ് ഷോയുമായി രംഗത്ത് വരികയും ചെയ്തു. എത്ര കണ്ടാണ് ആത്മവിശ്വാസം ദേവൻ? മുന്നണികളുടെയൊക്കെ പ്രചാരണം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞതിന് തൊട്ട് പിറ്റേ ദിവസം, പ്രചാരണത്തിന്റെ ആദ്യ ദിവസം എന്താണ് കാഴ്ചകൾ തിരുവനന്തപുരത്ത്? വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു പറഞ്ഞതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനായി എന്നതാണ് LDF ക്യാമ്പിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ കാര്യങ്ങളിലെല്ലാം തന്നെ അവർ ഏകദേശം തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും CPIM മത്സരിക്കുന്ന 86 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശം പൂർണ്ണമായും ഒരു ധാരണയിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. മറ്റ് തർക്കങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. പല MLAമാരെയും വീണ്ടും മത്സരിപ്പിക്കാനായിട്ട് നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. 3 ടൈം വ്യവസ്ഥ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് ബാധകമാക്കേണ്ടതില്ല എന്നതടക്കമുള്ള സുപ്രധാന തീരുമാനങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ കൈക്കൊണ്ടുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ CPIMന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 76 പൊതു സ്വതന്ത്രരടക്കം 86 സീറ്റുകളിലേക്കാണ് CPIM മത്സരിക്കുന്നത്. അതിൽ ഇനിയിപ്പോൾ പ്രഖ്യാപിക്കാനുള്ളത് 5 മണ്ഡലങ്ങളിൽ മാത്രമാണ്. കൊണ്ടോട്ടി, കൊടുവള്ളി, ഒപ്പം തന്നെ തിരൂർ, കോട്ടയ്ക്കൽ, പാലക്കാട് എന്നിവിടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മാത്രമാണ് ഇനി CPIMൽ പ്രഖ്യാപിക്കാനുള്ളത്. ഈ 5 മണ്ഡലങ്ങളിലേക്കും പൊതു സ്വതന്ത്രരെ നിർത്താൻ തന്നെയാണ് ഇപ്പോൾ CPIM തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇടതുപക്ഷത്തിലെ മറ്റൊരു പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള CPIയും നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. CPI ഒരുപക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് തൊട്ട് തലേ ദിവസം മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും ചുവരെഴുത്തും ഒപ്പം തന്നെ പോസ്റ്റർ പ്രചാരണം എല്ലാം തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 4 മന്ത്രിമാർ CPI 25 മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുന്നുണ്ടെങ്കിൽ CPIയുടെ നിലവിലെ 4 മന്ത്രിമാർ വീണ്ടും മത്സരരംഗത്തുണ്ട്. മാത്രമല്ല 17 പുതുമുഖങ്ങളാണ് ഇത്തവണ CPIയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അങ്ങനെ ചില മണ്ഡലങ്ങളിൽ ആളുകളെ മാറ്റി പരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണത്തിന് കൂടി ഇന്നിപ്പോൾ CPI ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇടതുപക്ഷ മുന്നണിയിലെ മറ്റൊരു പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയമാണ് ഇനിയിപ്പോൾ പൂർണ്ണമായും പുറത്തു വരാനുള്ളത്. പല മണ്ഡലങ്ങളിലും ഏകദേശം സ്ഥാനാർത്ഥി നിർണ്ണയം ഏകദേശം ധാരണയായിട്ടുണ്ട്. എന്നാൽ ഒരു പ്രഖ്യാപനമായി ഇതുവരെ വന്നിട്ടില്ല. അതൊരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെയും NCPയുടെയും ഒപ്പം തന്നെ കൊല്ലം പത്തനാപുരത്ത് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസ് ബാലകൃഷ്ണ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി KV ഗണേഷ്കുമാർ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ RSP ലെനിസ്, ഇത്തരം ചെറിയ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം മാത്രമാണ് ഇനി വരാനുള്ളത്. അത് ഏകദേശം ഇന്നത്തോടുകൂടി തന്നെ അതും അക്കാര്യത്തിലും തീരുമാനമാകും. അങ്ങനെ പ്രചരണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ഒരുപടി മുന്നിലെത്താൻ തന്നെയാണ് ഇപ്പോൾ LDF ക്യാമ്പിന്റെ ശ്രമം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5:30 തന്നെ എല്ലാ മണ്ഡലങ്ങളിലും റോഡ് ഷോ നടത്താനായിട്ട് CPIMനും ഒപ്പം തന്നെ LDFനും സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നും ഇതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ വീണ്ടും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചരണ രംഗത്തേക്ക് കടന്നിരിക്കുന്നു. പ്രത്യേകിച്ചും അതാത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റോഡ് ഷോയും ഒപ്പം തന്നെ ഗൃഹസന്ദർശനവും അടക്കമുള്ള പദ്ധതികൾ അല്ലെങ്കിൽ പരിപാടികളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഇടതുമുന്നണി പൂർണ്ണമായും തിരഞ്ഞെടുപ്പിലേക്ക് സജീവമായിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഈ സ്ഥാനാർത്ഥികളിലേക്ക് റോഡ് ഷോയും കാര്യങ്ങളും ഇനി ഗൃഹസന്ദർശനവും വീട് കയറിയുള്ള പ്രവർത്തനങ്ങളും ഒക്കെയും ആരംഭിക്കാൻ പോവുകയാണ്.